ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമുക്ക് പിൻട്രസ്റ്റ് വൈബിലുള്ള ഒരു മിറർ ചെയ്തെടുത്താലോ? അതിനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ഒരു സാധാ മിറർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഇതിലെ ഏറ്റവും വലിയ ടാസ്ക്. ഈ ഫ്രെയിമിനകത്തുനിന്ന് ഈ മിററിനെ നമുക്ക് പൊട്ടിക്കാതെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് സ്ക്രൂ ടൈപ്പ് അല്ല കേട്ടോ, അകത്ത് വന്നിട്ട് ഏതാണ്ട് ക്ലിപ്പ് ഇട്ട് വെക്കുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ഏറെ നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം ഞാനത് ഈ ഫ്രെയിമിൽ നിന്നും ഒന്ന് വിടുവിച്ചെടുത്തിട്ടുണ്ട്. കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ പാരൻസിന്റെ സൂപ്പർവിഷനിൽ ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഈ ഫ്രെയിമിലെ പൊടിയൊക്കെ നമുക്ക് ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുത്ത ശേഷം ഇത് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ഫോം ക്ലേ ആണ്. ഈ ഫോം ക്ലേ മുഴുവനായിട്ടും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇതിൽ നിന്നും ഒരു 5-6 കളർ മാത്രം ഞാൻ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഒന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ക്ലേ എടുത്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് റോൾ ചെയ്ത് എടുക്കാം. ശേഷം ഇത് ഒരു 5 പോർഷനായിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ വെക്കാനായിട്ട് ഞാനൊരു വൈറ്റ് കളർ ഫോം ക്ലേയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം ഉരുളകളാക്കിയ ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറേ എണ്ണം ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഈ ഫ്ലവറിൻ്റെ പെറ്റൽസിനൊക്കെ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോഫി സ്റ്റിക്സ് വെച്ചിട്ട് ഇതിൽ ഒരു ചെറിയ ഡിസൈൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ക്ലേ എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളം ആയെങ്കിലും ഞാൻ ഇതുവരെ ഇത് വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈയിടെ ഞാൻ അടുക്കി പറക്കിയ കൂട്ടത്തിൽ ഈ ക്ലേ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ അതിൽ കുറച്ച് കളേഴ്സൊക്കെ വന്നിട്ട് ഏകദേശം ഒന്ന് സെറ്റായി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും സൂക്ഷിച്ചു വെച്ച് ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു മിറർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ വന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഇനി ഇടയ്ക്കിടെ കുറച്ച് ക്ലേ ക്രാഫ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലീവ്സും കൂടി ഒന്ന് ചെയ്തെടുക്കണം. അതിനായിട്ട് ഗ്രീൻ കളറിലുള്ള ഫോം ക്ലേ എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ശേഷം ആ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ ഏകദേശം ഒരു ലീഫിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടും. എൻ്റെ ലീഫിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ആരും ചിരിക്കില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനേ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഈ മിററിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബേസിൻ്റെ ആ പോർഷൻ കുറച്ച് വിട്ടിട്ട് വേണം നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഇതിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ലീവ്സ് വെക്കുന്ന ടൈമിൽ ലീവ്സ് അടിയിൽ വെച്ച ശേഷം അതിന് മുകളിലേക്ക് ഫ്ലവർ വെക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പം നമ്മൾ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്ന ടൈമിൽ അകത്തേക്ക് വെക്കാതെ കുറച്ച് പുറത്ത് നിൽക്കത്തക്ക രീതിക്ക് വെക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ ഫേസും കൂടി കാണാനുള്ള ഒരു സ്പേസ് വേണമല്ലോ. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ആ ടൈമിൽ നമുക്ക് ഇതിനൊരു ബേസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫോം ബോർഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കട്ടിയുള്ള കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വുഡൻ സ്റ്റിക്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. കാർഡ്ബോർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ വെച്ച ശേഷം ആ വിടവിലേക്ക് മിറർ കയറ്റി ജസ്റ്റ് സെലോ ടേപ്പ് വെച്ച് ഒന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി. ഫോം ബോർഡ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഫെവിക്വിക്കാണ് യൂസ് ചെയ്യുന്നത്. വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് 2 ഫോം ബോർഡുകൾ തമ്മിൽ ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി മറ്റേ സൈഡിലേക്കും ഫെവിക്വിക്ക് ആക്കിയ ശേഷം നമ്മുടെ മിറർ എടുത്ത് അവിടേക്കൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. ഒരു കൈ കൊണ്ട് മിറർ പിടിച്ച ശേഷം മറ്റേ കൈ യൂസ് ചെയ്തിട്ട് മറ്റേ ആ ചെറിയ കഷ്ണം ഫോം ബോർഡും കൂടി ഇതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് ഗ്യാപ്പില്ലാതെ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ആ ഗ്യാപ്പിലൂടെ കണ്ണാടി ഊരി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പിൻട്രസ്റ്റ് മിറർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത്രയും ക്യൂട്ട് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഫോം ബോർഡ് ആദ്യം ഞാൻ പെയിൻറ് ചെയ്യാമെന്ന് കേട്ടോ വിചാരിച്ചത്. പിന്നെ അവിടെയും കുറച്ച് ക്ലേ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള മിറർ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.